ഈ എന്തിനാ ബുക്കൊക്കെ ഇങ്ങനെ എടുത്ത് നോക്കണത്? കൊറേ കാലം പഠിച്ചതല്ലേ, ആഗ്രഹങ്ങളൊക്കെ കെട്ടിപ്പൂട്ടി വെച്ചതല്ലേ, അപ്പൊ കണ്ടപ്പോ ഒന്ന് എടുത്ത് നോക്കിയതാ. മര്യാദക്ക് അതൊക്കെ ഒന്ന് എടുത്തു വെക്കാൻ നോക്ക്. സാഹിറ, എന്തായി റൂമില് പണി? 24 മണിക്കൂർ ഇതിന്റെ ഉള്ളിലാണല്ലോ. ഞാൻ തിരുമ്പിയത് മടക്കിയൊക്കെയായിരുന്നു, കൊറേ ഉണ്ടായിരുന്നു മടക്കി വെക്കാന്. അരി ഒന്ന് കഴുകി ഉണക്കിയേക്ക്. ഞാൻ കഴുകിക്കോളാം. 24 മണിക്കൂറും പണി തന്നെ പണി. ഒരു പാത്തി ഇരിക്കാനും സമ്മതിക്കൂല. അനക്ക് ഉമ്മ പറഞ്ഞാണ്ട് കേട്ടാ പോരെ, എന്തിനാ ഇങ്ങനെ പെറുകുറുക്കണ ഏത് നേരം? ഉമ്മ, ഞാൻ എളാപ്പാനെ കണ്ടിരുന്നു. എന്നിട്ട് എന്റെ സ്വഭാവം കാരണമാണ് ഇപ്പൊ ഒഴിവാക്കിയെന്ന് പറഞ്ഞു. ഇപ്പൊക്കാ കുറ്റം. അന്റെ വാപ്പ പോയതേ അന്റെ വാപ്പാന്റെ സ്വഭാവം കൊണ്ടാണ്, അല്ലാതെ ഞാൻ കാരണമൊന്നുമില്ല. എന്നിട്ട് ഇജ്ജ് എന്താ പറഞ്ഞു? ഞാൻ എന്ത് പറയാനാ, ഞാൻ ചെറിയ കുട്ടിയാകുമ്പോഴല്ലേ ഇപ്പൊ പോയിക്കണത്. പിന്നെ വാപ്പ വേറെ പെണ്ണിട്ടേക്കണെന്നും എളാപ്പ പറഞ്ഞു. വേറെ പെണ്ണിട്ടിരിക്കണെന്നോ? അയാള് കെട്ടാതിരിക്കും, ആയിക്കോട്ടെ. അയാളെ സ്വഭാവം കൊണ്ട് തന്നെയാണ് അയാള് പൊയ്ക്കണത്. ഇനി എന്റെ പെണ്ണുങ്ങളെ കേക്കണ്ട, മരിച്ചിക്കണെന്നാ ഞാൻ പറഞ്ഞിക്കണത് ഓലോട്. ഇനി അതും എഴുന്നള്ളിച്ച് നടക്കുള്ളൂ. ഓളമ്മയൊന്നും അറിയണ്ട. അപ്പൊ ഇപ്പൊ ഇട്ടെറിഞ്ഞു പോയതാല്ലേ? എന്നിട്ട് ഞങ്ങളോട് ചെറുപ്പത്തിലേ മരിച്ചിക്കണെന്ന് പറഞ്ഞത്. ഹലോ ഉമ്മ, മോളെ, എന്താ സുഖല്ല? എനക്ക് സുഖാണ്, കൊഴപ്പൊന്നുമില്ല. എന്താ എന്റെ സൗണ്ടിനൊക്കെ ഒരു മാറ്റം? സുഖല്ലേ? പനി എന്തെങ്കിലും ഉണ്ടോ? ഇല്ല അമ്മ, കൊഴപ്പൊന്നുമില്ല. പിന്നെ ഇവിടുത്തെ ഇപ്പൊ മരിച്ചിക്കണെന്നല്ലേ ഞമ്മളോട് പറഞ്ഞിരുന്നത്? അങ്ങനെ തന്നെ ആയിരുന്നല്ലോ ഓല് നമ്മോട് പറഞ്ഞിരുന്നത്, ഇപ്പൊ മരിച്ചതാണെന്ന്. ഓല് ഇക്കയും ഉമ്മയും കൂടി ഇരുന്നിട്ട് സംസാരിക്കണേ ഞാൻ കേട്ട്. ഓലെ ഉമ്മാനെ ഒഴിവാക്കി പോയതാണെന്നാ പറഞ്ഞത്. അതൊക്കെ പോട്ടെ, അനക്ക് 2 ദിവസം കഴിഞ്ഞ ക്ലാസ് തുടങ്ങല്ലേ? പോണില്ലേ? ക്ലാസ് ഒക്കെ എന്തായാലും 2 ദിവസം കഴിഞ്ഞാ തുടങ്ങും. പക്ഷെ ആരാ പോണത്? ഞാൻ പോണൊന്നുമില്ല. എന്താ ഈ പോവാത്ത്? ഓല് ഇവിടുന്ന് പോവണ്ടെന്ന് പറഞ്ഞിക്കണു. കല്യാണത്തിന് മുന്നേ പറഞ്ഞിരുന്നല്ലോ ഓല് പഠിക്കാനോ എന്താണ് ജോലിക്കോ ഒക്കെ പോയിക്കോട്ടേന്ന്. ഇപ്പൊ എന്താ? ഓല് അങ്ങനൊക്കെ പറഞ്ഞിട്ട് തന്നെയാണ് ഇന്നെ കല്യാണം കേൾക്കൊക്കെ ചെയ്തിക്കണം. പക്ഷെ ഞാനത് പറഞ്ഞപ്പോ ഓല് എന്താ പറഞ്ഞെന്ന് അറിയാം നിങ്ങക്ക്? ഓല് പറയാണ് കല്യാണം കഴിക്കാൻ വേണ്ടിട്ട് അങ്ങനെ പലതും പറയുന്നു. മാട്ടിപ്പ വിഷമിക്കണ്ട, നമുക്ക് വഴി ഉണ്ടാവും. ഇപ്പൊ വരട്ടെ, എപ്പാരോടും ചോദിച്ചിട്ടേ ഇപ്പൊ എന്തെങ്കിലും ഒരു വഴി കാണാതിരിക്കൂല. ഞാൻ ഇപ്പൊ വന്നിട്ട് പറയട്ടോ. എന്നാ ശരി. എന്നാ ശരി ഉമ്മ. ആരാ വിളിക്കണത്? അത് ഉമ്മ വിളിച്ചതാ. ഇവിടുത്തെ കുറ്റൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ഞാൻ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ അനക്ക് കാണിച്ചു തരാം.